നമസ്കാരം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും എന്നത് ഒരു ചോദ്യമാണ്. ശരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. ആര്യ രാജേന്ദ്രൻ എന്ന ഒരു യങ്സ്റ്ററാണ്, അതായത് ചെറുപ്പക്കാരിയായ മേയർ, തീരെ ചെറുപ്പക്കാരിയായ മേയറാണ് ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPMന് ലഭിക്കാനുള്ള സാധ്യത തീരെ വിരളമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ CPM ആര്യ രാജേന്ദ്രൻ, CPM എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, SFIക്കാരിയെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം നഗരം ഉറ്റുനോക്കിയത്. എന്നാൽ തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന മേയർ. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായ കോലാഹലങ്ങൾ തന്നെ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. CPM എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള നിരവധി നേതാക്കൾ, നല്ല നേതാക്കൾ ഈ ആര്യ രാജേന്ദ്രന് മുമ്പ് ഉണ്ടായിരുന്നു. അതിൽ അവസാനത്തെ ആര്യ രാജേന്ദ്രന് മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് VK പ്രശാന്ത്, ഇപ്പോഴത്തെ MLA. വളരെ മനോഹരമായ രീതിയിൽ പ്രശാന്ത് തൻ്റെ മേയർ സ്ഥാനം കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരൊക്കെ മേയർ ബ്രോ എന്നാണ് വിളിച്ചിരുന്നത്. അതിനു മുന്നേ ഇപ്പോഴത്തെ മന്ത്രി V ശിവൻകുട്ടി മേയറായിരുന്നു. ശിവൻകുട്ടിക്ക് മുമ്പ് പറയാനാണെങ്കിൽ CPMൽ നിന്ന് പുറത്താക്കിയ MP പത്മനാഭൻ അവിടെ മേയറായിരുന്നു. അദ്ദേഹവും നല്ല മേയറായിരുന്നു. അങ്ങനെ നിരവധി എടുത്തു പറയത്തക്ക, പാളയം ബക്കർ പിന്നെ CPMൻ്റെ നേതാവ് മേയറായിരുന്നു. ഇങ്ങനെ നിരവധി പേർ, എടുത്തു പറയത്തക്ക നേതാക്കൾ മേയർ, ആ തിരുവനന്തപുരം നഗരത്തിൻ്റെ ആരാധ്യന്മാരായിട്ടുള്ള മേയർ ഒരുപാട് പേർ ആ പദവിയിൽ ഇരുന്നവരാണ്. അതിനൊക്കെ തന്നെ കളങ്കമായി ആര്യ രാജേന്ദ്രൻ മാറിയിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന നേതാവിനെ എന്തുകൊണ്ട് CPM കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ CPMനകത്തെ വിഭാഗീയതയും CPMനകത്തെ ഒത്തിരി അന്തർധാരകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശയ്യാവലംബനായി ആകുന്നതിന് മുന്നേ ഉള്ള നാളുകൾ, കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ പാർട്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഒരു യുവ കൗൺസിലറെ കൊണ്ടുവരാമെന്ന്. അതിനു മുന്നേ പാർട്ടി അത്തരത്തിൽ കണ്ടുകൊണ്ട് മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കണ്ടുകൊണ്ട് നിർത്തിയവരെയൊക്കെ പാർട്ടി തന്നെ പാലം വലിച്ച് പലരെയും തോൽപ്പിച്ചിരുന്നു. അങ്ങനെ തോൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന യങ്സ്റ്ററെ മേയറായി കൊണ്ടുവയ്ക്കുന്നത്. ഏതായാലും ആര്യ രാജേന്ദ്രൻ ഇത്തവണ ഒരിക്കൽ കൂടി മേയറായി വരുമോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ആര്യ രാജേന്ദ്രൻ അല്ല CPM ഭരണത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ, ആര്യ രാജേന്ദ്രൻ വരുത്തി വെച്ച വെറുപ്പ് ഒരു വേള CPM അനുഭാവികളും CPMകാർക്കും പാർട്ടിക്കകത്തും തന്നെ വളരെ പാർട്ടിയോടും ആര്യ രാജേന്ദ്രനോടും തിരുവനന്തപുരം കോർപ്പറേഷനോടുമുള്ള അവമതിപ്പ്, അത് BJPയോ അല്ലെങ്കിൽ കോൺഗ്രസ് ശരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു 3ാം സ്ഥാനത്ത് എത്താനേ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ BJPക്ക് ഇപ്പോൾ തന്നെ 30-ലധികം കൗൺസിലർമാരുണ്ട്. ഒരു വേള BJP ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. VV രാജേഷ് എന്ന അവരുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാവൊക്കെ തന്നെ BJPയുടെ കൗൺസിലർമാരാണ്. അദ്ദേഹം തുടങ്ങിയുള്ളവർ നിരവധി പേരുണ്ട്. അങ്ങനെ കഴിവുറ്റ ഒരു നിര കൗൺസിലർമാർ. ശരിക്കും പ്രതിപക്ഷം BJPയാണ്. കോൺഗ്രസിന് യാതൊരു വോയിസും ഒരു ശബ്ദവുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തവണ ആര്യ രാജേന്ദ്രൻ്റെ പ്രകടനം ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് പ്രകടനം മോശമായി എന്ന് ചോദിച്ചാൽ, CPMനകത്ത് പാർട്ടിക്കകത്ത് മന്ത്രി വീണ ജോർജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു പദവിയിൽ ആണ് ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്നെങ്കിലും പുറകിൽ ചില പ്രമുഖ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പട്ടം വാർഡ് കൗൺസിലർ, കുന്നുകുഴി വാർഡ് കൗൺസിലർ, കുന്നുകുഴിയല്ല പട്ടത്തെ കൗൺസിലർ, മെഡിക്കൽ കോളേജ് കൗൺസിലർ, ഇങ്ങനെ നിരവധി പേർ തന്നെ ഇതിനകത്ത് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നുണ്ട്. പേര് എടുത്തു പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ആ കൗൺസിലർമാരെയൊക്കെ പേര് നാം പറയാത്തത്. ഭരണതലത്തിലും അല്ലാതെ ഈ മെഡിക്കൽ കോളേജിലെ അവരുടെ ഭരണസമിതിയിലും ഒക്കെ ഉള്ളവരാണ് ഇവരൊക്കെ തന്നെ. അതുപോലെ ഡെപ്യൂട്ടി മേയർ രാജു, അദ്ദേഹത്തെക്കുറിച്ചും വളരെ അവമതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് താഴെ ചാലക്കുഴി എന്ന സ്ഥലത്ത് ചെറുപ്പക്കാർ, 2-3 ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ ലൈസൻസ് ശരിയാക്കി കൊടുക്കുന്നതിന് കൈക്കൂലി വേണമെന്ന് രാജു നേരിട്ട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും
നമുക്ക് ആ ഹോട്ടൽ ഉടമകളായ ചെറുപ്പക്കാരോട് പറഞ്ഞതായിട്ടും നിരവധി ഗുണ്ടാ പിരിവ് നടത്തുന്നത് പോലെയാണ് CPIയുടെ ഈ ഡെപ്യൂട്ടി മേയർ അവിടെ പിരിവ് നടത്തുന്നതും എന്നൊക്കെയുള്ള വർത്തമാനം വരുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ CPMും CPIയും ഭരിച്ച് മുടിച്ച് ആകെ നാശകോശമാക്കി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP കൊണ്ടുപോകും എന്നൊരു വർത്തമാനമാണ് വരുന്നത്. എന്ത് വില കൊടുത്തും ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ പേരുദോഷം മാറ്റാനും ചില ഗിമ്മിക്കുകൾ കാണിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താനും CPMന് നന്നായി വിയർക്കേണ്ടി വരും. പാർട്ടി വോട്ട് തന്നെ ചോരാൻ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച്.